ആറ്റിങ്ങൽ ബൈപ്പാസ് ബ്രിഡ്ജ് സൈറ്റിൻ്റെ നിലവിലെ സ്റ്റാറ്റസും അതേപോലെ തന്നെ NHAയോട് RTA വഴി ചോദിച്ച ചോദ്യോത്തരവുമാണ് ഇന്നത്തെ വീഡിയോ. ബ്രിഡ്ജ് സൈറ്റിൻ്റെ സ്ട്രക്ചറൽ വർക്കിലേക്ക് വരുമ്പോൾ ബ്രിഡ്ജിൻ്റെ തെക്കേ അറ്റത്തും വടക്കേ അറ്റത്തുമുള്ള 4 സ്പാനുകളുടെ ഇടയിൽ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ നടുക്ക്, അതായത് പുഴയുടെ നടുഭാഗത്തായിട്ട് വരുന്ന 2 സ്പാനുകളുടെ മുകളിലുള്ള ഡെക്ക് കോൺക്രീറ്റിംഗ് ആണ് ഇനി നടക്കാനുള്ളത്. അതിന് മുന്നോടിയായിട്ടുള്ള സ്റ്റീൽ ബൈൻഡിംഗ് ഒക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിഡ്ജിൻ്റെ തെക്കേ അപ്രോച്ചിലുള്ള സോയിൽ ഫില്ല് ചെയ്ത് വരുന്ന പ്രവൃത്തികളൊന്നും നിലവിൽ നടക്കുന്നില്ല. കുറച്ച് ദിവസമായിട്ട് അത് നിർത്തിവെച്ചിരിക്കുകയാണ്. വടക്കേ അപ്രോച്ചിലോട്ട് വരുമ്പോൾ നേരത്തെ കണ്ടതിൽ നിന്നും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. 2 വശത്തും റീറ്റെയിനിങ് വാളിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സോയിൽ ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികൾ തുടക്കത്തിൽ ചെറുതായി നടന്നതിന് ശേഷം പിന്നീട് നടന്നിട്ടില്ല. പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായി കാൽനടയ്ക്കും കൂടിയുള്ള സ്പേസ് ഇട്ടിട്ടാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. വടക്കേ അപ്രോച്ചിൽ പാറക്കൂട്ടം പൊട്ടിച്ച് നീക്കുന്ന പണികളൊന്നും പിന്നീട് പുനരാരംഭിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ റോഡ് മുറിച്ച് കടന്നു പോകുന്നൊരു കൾവർട്ടിൻ്റെ പ്രവൃത്തി അല്പവും കൂടി ഫിനിഷിങ്ങിലേക്ക് എത്താനുണ്ട്. NHAയുടെ അടുത്ത് RTA ക്വറി വഴി ചോദിച്ച ചോദ്യോത്തരമാണ് സ്ക്രീനിൽ. NHAയുടെ കഴിഞ്ഞ മാസത്തെ കണക്ക് പ്രകാരം കഴക്കൂട്ടം കടമ്പാട്ടുകോണം റീച്ചിൻ്റെ നിലവിലെ പ്രോഗ്രസ് 46.15% മാത്രമാണ്. NHA പ്രതീക്ഷിക്കുന്ന കംപ്ലീഷൻ ഡേറ്റ് ഈ വർഷം അവസാനം, അതായത് ഡിസംബർ 31 ആണ്. ഇത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് കണ്ടു തന്നെ അറിയണം.